إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. وكذلك أوحينا إليك روحا من أمرنا ما كنت تدري ما الكتاب ولا الإيمان ولكن جعلناه نورا نهدي به من نشاء من عبادنا وإنك لتهدي إلى صراط مستقيم. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹുവിന്റെ കൽപ്പനകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിൽ പുലർത്തി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരായ നമ്മൾ വിലയിരുത്തപ്പെടുന്നത് നമ്മളുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ലോകം അംഗീകരിക്കുന്ന ഒരു തത്വമാണ്. മനുഷ്യർക്കിടയിൽ ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിലാണ് താങ്കൾ ഉള്ളത് എന്ന് ഒരു മനുഷ്യനെ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തി പറഞ്ഞിട്ടുമുള്ളൂ. സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിനാണ് താൻ നിയോഗിക്കപ്പെട്ടത് എന്ന് ആ മഹാൻ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൽ വിശ്വസിക്കാത്തവർ പോലും അദ്ദേഹത്തിന്റെ മഹത്വങ്ങളെ പുകഴ്ത്തി പാടുന്നതായി നമ്മൾ കേട്ടിട്ടുമുണ്ട്. എന്താണ് അതിന്റെ കാരണം?
ഞാനിങ്ങനെ പറഞ്ഞത്, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ രണ്ടാളുകൾ വന്ന് ചോദിച്ചു, രണ്ട് താബിഈകൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്താണ്? അവിടുന്ന് മറുപടി പറഞ്ഞത്, നിങ്ങൾക്കറിയില്ലേ, കാന ഖുലുഖുഹു വൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ഒരാവർത്തി എത്രയോ പ്രാവശ്യം കേട്ട ഒരു സംഭവം പറഞ്ഞാണ് ഈ വചനം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. കാന ഖുലുഖുഹു വൽ ഖുർആൻ. നാം ആലോചിച്ചിരുന്നോ, ഈ വിശുദ്ധ ഖുർആൻ നമുക്കൊരു സ്വഭാവം കൂടി പഠിപ്പിച്ചു തരുന്ന ഗ്രന്ഥമാണെന്ന്? നമ്മൾക്കെല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ ഒരു രൂപത്തിൽ ഖുർആൻ പഠിക്കുകയോ അത് ബന്ധപ്പെടുകയോ ചെയ്യുന്ന ഒരു പൊതു സ്വഭാവം എല്ലാ ആളുകളിലും ഉണ്ട്. പക്ഷേ പ്രത്യേകം ഖുർആൻ ഒന്ന് എടുത്ത് പറയാൻ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. എപ്പോഴും നമുക്ക് വേണ്ടതാണ്. എന്നിരുന്നാലും ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം എവിടെയാണ് എന്ന് ഓരോരുത്തരും എപ്പോഴും വിലയിരുത്തണം. ആദ്യമേ നമ്മൾ അറിയണം, നമ്മളെല്ലാവരും ഖുർആനിന്റെ ആളുകളായി തീരണം. അത് പാരായണം ചെയ്യുന്നവരും അത് പഠിക്കുന്നവരും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരുമാവണം. കാരണം എന്തോരു ഗുണങ്ങളാണെന്നറിയാമോ ഖുർആൻ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു തരുന്നത്. വിശുദ്ധ ഖുർആനിന്റെ ആളുകൾക്ക് എപ്പോഴും ഒരു പ്രകാശം അവരുടെ കൂടെ ഉണ്ടായിരിക്കും, ഒരു വെളിച്ചം. ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഒരിക്കലും ഇരുട്ടിലാവില്ല. ഖുർആൻ ഒരുപാട് സ്ഥലത്താണ് അതിന് തെളിവുകൾ പറഞ്ഞു തരുന്നത്. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്ത് ശൂറ 52-ാമത്തെ വചനമാണ്. വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ, നമ്മിൽ നിന്നുള്ള റൂഹ് റസൂലേ നാം നിങ്ങളിലേക്ക് ഇറക്കി തരികയാണ്, ഒരു വഹിയായി തരികയാണ്. ആ റൂഹ് ഏതാണ്? അതാണ് ഖുർആൻ. മാ കുൻത തദ്രീ മൽ കിതാബ് വലൽ ഈമാൻ, നിങ്ങൾക്ക് ഇതിനു മുമ്പ് എന്താണ് കിതാബ് എന്നോ എന്തോ ഈമാൻ എന്നോ അറിയില്ലായിരുന്നല്ലോ. വലാകിൻ ജഅൽനാഹു നൂറൻ, വലാകിൻ ജഅൽനാഹു നൂറൻ, നമ്മൾ അതിനെ ഒരു പ്രകാശമാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പൊ അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അഹ്ലുൻ നൂറാണ്. അഹ്ലുൽ ഖുർആൻ, അഹ്ലുൻ നൂർ മീൻ, അഹ്ലുൻ നൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചത്തിന്റെ ആളുകളാണ്. അലിഫ് ലാം മീം കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. സൂറത്ത് ഇബ്രാഹിമിലെ 1-ാമത്തെ വചനം. കിതാബുൻ, ഈ കിതാബ് അൻസൽനാഹു ഇലൈക. നിങ്ങളുടെ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ലാസ്റ്റ് ഒന്ന് വരുമ്പോ നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തേ എഴുന്നേൽക്കാൻ പറ്റുള്ളൂ ഇൻഷാ അല്ലാഹ്. ഈ കിതാബ് നാം നിങ്ങളിലേക്ക് ഇറക്കി തന്നത് എന്തിനാണ് റസൂലേ? ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ, ദുലുമാത്തുകളിൽ നിന്ന് നൂറിലേക്ക് കൊണ്ടുവരാൻ. ദുനിയാവ് ഒരുപാട് ഇരുട്ടുകൾ ഉണ്ടാവും. വെളിച്ചം വന്ന ഈ ഇരുട്ടുകളിൽ നിന്ന് നിങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ. എന്നാലോ ഖുർആൻ ഉൾക്കൊള്ളുന്ന നമ്മൾ ഒരിക്കലും ഇരുട്ടിലകപ്പെടൂല. എല്ലാ ഇരുട്ടുകൾ നമ്മൾ അത് രക്ഷിക്കും. എന്തെല്ലാം ഇരുട്ടുകളാണ് ദീനിനെ സംബന്ധിച്ച്, ഖുർആനിനെ സംബന്ധിച്ച് പരത്തിക്കൊണ്ടിരിക്കുന്നത്, അതിന്റെ അനുയായികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറയുമ്പോഴല്ല നമുക്ക് ഇരുട്ടുന്ന എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുക എന്ന് മനസ്സിലാവുക. നിങ്ങൾ നോക്ക്, മുമ്പത്തേക്കാൾ ഉപരി ഖുർആനിനെതിരിൽ ഒരുപാട് വിമർശനങ്ങളുണ്ട്. ഞാൻ സൂചന തന്നാൽ തന്നെ നിങ്ങൾക്കത് നല്ല മനസ്സിലാവും. പുതിയ തലമുറയിൽപ്പെട്ട നമ്മുടെ ആൺകുട്ടികളും നമ്മുടെ പെൺകുട്ടികളൊക്കെ ഖുർആനിനെതിരിൽ പലരും ഉണ്ടാക്കി വിടുന്ന സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ അങ്ങനെയല്ലേ, ഖുർആൻ ഇങ്ങനെയല്ലേ, ഇത് അശാസ്ത്രീയമല്ലേ, മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തില് ഖുർആൻ ഇന്നാലിന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഒരുപാട് അസ്വസ്ഥതകൾ ഈ ഉണ്ടാക്കുന്ന ആളുകൾ.
ആരൊക്കെയാണെന്ന് നമുക്കറിയാലോ. സംശയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്, ഒരുപാട് പാർട്ടികളുണ്ട്. അതിൽ ഫാഷിസ്റ്റുകളുണ്ട്, അതിൽ യുക്തിവാദികളുണ്ട്, അതിൽ ഇസ്ലാം വിട്ടുപോയ ആളുകളുണ്ട്. സ്വാതന്ത്ര്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്ന, ഇസ്ലാം വിട്ടിട്ടില്ലെങ്കിലും ഇസ്ലാം വിടാൻ വേണ്ടി വക്കത്ത് വന്നു നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ സ്വതന്ത്ര ചിന്തകരുണ്ട്, അല്ലെ? അങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാല് അവരൊക്കെ ഇങ്ങനെ പറയാ. എത്ര വരെ ഖുർആൻ കണ്ടുകെട്ടണമെന്ന് പറഞ്ഞ് ചില ആയത്തുകൾ പെറുക്കിയെടുത്ത് നമ്മളുടെ സമുന്നതമായ കോടതികളിൽ വരെ കേസ് ചാർജ് ചെയ്ത ആളുകളുണ്ട്. ഞാൻ അതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചേർത്തി വായിക്കാലോ. ഈ മതം വിട്ടുപോയ ആളുകള് നോക്ക്, മതം വിട്ടുപോയ ആളുകൾ എല്ലാ മതത്തിലുമുണ്ട്. പക്ഷേ ഒരു വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് അവരെല്ലാവരും വിമർശിക്കുന്നത് ഖുർആനിനെയാണ്. ഞാൻ മതവിഭാഗങ്ങളുടെ പേര് പറയണ്ടല്ലോ. ഇന്നോടത്തുനിന്ന് പോയാലും അയാള് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മതത്തിന്ന് ഇങ്ങോട്ട് വന്നാലും അവൻ വിമർശിക്കുക ഇതിനെയാണ്. അതിലൊരു സുഖം കാണുകയാണ്, ഒരു ആനന്ദം കാണുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, വലിയൊരു യാഥാർത്ഥ്യം എന്താന്ന് വെച്ചാൽ ഖുർആനിനെ ഇത്രയൊക്കെ വിമർശിക്കുമ്പോഴും ഇതിനൊരു വശ്യതയുണ്ട്, ഇതിനൊരു പ്രായോഗികതയുണ്ട്. ഖുർആൻ ബുദ്ധിയോടും മനസ്സിനോടും സംവദിക്കുന്ന ഗ്രന്ഥമാണ്, അല്ലേ? ഇത് ഇറങ്ങിയ കാലത്തും ഇതിന് ഒരുപാട് വിമർശകരുണ്ടായിരുന്നല്ലോ. വിശുദ്ധ ഖുർആന്റെ തുടക്കം നിങ്ങൾ ആലോചിച്ച് നോക്കേ. സൂറത്തുൽ ബഖറ, ഫാത്തിഹ കഴിഞ്ഞിട്ട് ബഖറയിലെ 23-ാമത്തെ ആയത്ത് എന്തറിയോ? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നേരെ താഴെ പറയാ. അത് പറഞ്ഞു തരുന്ന ഈ വിശുദ്ധ ഖുർആനിൽ വൈൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലി വദ്ഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾക്ക് ഈ പറയുന്ന വേദത്തിൽ ഈ വാക്കുകളിൽ വല്ല സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദുനിയാവിൽ എല്ലാവരും വിളിച്ചോളിയുന്ന, അള്ളയല്ലാത്ത എല്ലാവരെയും നിങ്ങൾ കൂട്ടിന് സ്വീകരിക്കുക. എന്നിട്ട് ഇത് മുഴുവൻ കൊണ്ടണ്ട, ഇതുപോലെ ഒരധ്യായം, ചെറിയൊരു അധ്യായം കൊണ്ടുവന്നേന്നാണ്. അറബി സാഹിത്യകാരന്മാർ കൂടിയിരുന്ന് ആലോചിച്ച്, നിങ്ങൾക്ക് അറിയുന്നതാണ് ഓർമ്മപ്പെടുത്തി തരുന്നത്, ആലോചിച്ച് എന്നിട്ടാണ് വലീദ് എന്ന് പറയുന്ന ഭാഷാ പടുവിനെ പിടിച്ചു കൊണ്ടെന്ന് ഇത്ര ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾ റിപ്പോർട്ട് തരണം. ആ സമയത്തില്ല. ഇവർ ചെന്ന് നോക്കി, ആയില്ല, പിന്നെ ആയില്ല. അവസാനം അയാൾ പറഞ്ഞെന്തറിയോ? മുഹമ്മദിനെ വിട്ടേക്ക്, മുഹമ്മദിനെ ഒഴിവാക്ക്. കാരണം അത് നമ്മളുമായിട്ട് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇത് മനുഷ്യന്റെ വചനമല്ല, ഇത് ജയിക്കൂ, ഇത് തോൽക്കില്ല. ഇന്നഹു യഅലു വലാ യുഅലാ അലൈഹി. പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളായ നമ്മൾ ഇത് അംഗീകരിക്കുന്ന നമ്മള് മനുഷ്യർക്ക് വേണ്ടിയാണ് പടച്ചോൻ ഇറക്കുന്നത്. തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, അല്ലേ? ഇത് ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. ഇതിന്റെ റൂട്ടിൽ സഞ്ചരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിന്റെ ആളുകള് എപ്പോഴും ശരിയായ റൂട്ടിലായിരിക്കും. നമ്മൾ അങ്ങനെ തന്നെ ആണോ നിങ്ങൾ ആലോചിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടോ. ഒരിക്കലും അവർ വഴിതെറ്റില്ല. എന്താ ഖുർആൻ പറഞ്ഞത്? തുടങ്ങുന്ന അങ്ങനെയാ, ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്. ഈ ഗ്രന്ഥം, ഇത് ഒരു സംശയവും വേണ്ട, ഇത് മുത്തഖീങ്ങൾക്ക് വഴി കാണിക്കും. അള്ളാഹു ഗ്യാരണ്ടി പറയണമെങ്കിൽ അറിയോ? സൂറത്ത് ത്വാഹയുടെ അവസാനത്തില് ഫൈമാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമനിത്തബഅ ഹുദായ ഫലാ യളില്ലു വലാ യസ്ഖാ. എന്റെ ഹുദങ്ങൾക്ക് വരുട്ടോ, ആ ഹുദ നിങ്ങൾ പിന്തുടർന്നാൽ ഫലാ യളില്ലു, അവൻ വഴി തെറ്റുകയേയില്ല, വലാ യസ്ഖാ, അവന് സങ്കടപ്പെടേണ്ടി വരില്ല, അവന് മാനസിക തിക്കുമുട്ട് അനുഭവിക്കേണ്ടി വരില്ല. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്തറിയാം? ദുനിയാവിൽ വഴിതെറ്റൂല, ആഖിറത്തിൽ അവൻ ഹതഭാഗ്യനിലും പെടില്ല. കാരണം
ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറ. ആയത്തിന്റെ അർത്ഥം മാത്രം മതി. നമ്മളെ സംബന്ധിച്ച് നമ്മൾ എവിടെയെന്ന് പറയാൻ ഈ ആയത്തിന്റെ അർത്ഥങ്ങൾ മാത്രം പരിശോധിച്ച് നോക്കിയാൽ മതി. ഖുർആനുള്ള ഒരാൾക്ക് വഴി കാണിക്കാൻ മറ്റൊരാളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഗ്രന്ഥശേഖരങ്ങളോ വലിയ ലൈബ്രറികളോ ഒന്നും നമ്മുടെ വീട്ടിലില്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. ഖുർആനുണ്ടോ അത് മതി. നിങ്ങൾ അത് ഓതുന്നുണ്ടോ നിങ്ങൾക്കത് മതി. ആര് പറഞ്ഞതാണ്? അല്ലാഹ് എങ്ങനെ പറയുന്നറിയോ? അലം യക്ഫിഹിം അന്നാ അൻസൽനാഹു അലൈക്കൽ കിതാബ് യുത്ലാ അലൈഹിം ഇന്ന ഫീ ദാലിക ലറഹ്മ വദിക്റാ ലിഖൗമി യുഅ്മിനൂൻ. അലം യക്ഫിഹിം, ഇവർക്ക് പോരെ നനഞ്ഞിരിക്കുന്നവരും. ഈ മഴ ഉണ്ട് വിട്ടുപോയാലേ ചെറിയ ചൂടുള്ളെങ്കിൽ പോലും ചെറിയ വെയിൽ വന്നാലും നമുക്ക് തന്നെ ഒരു ക്ഷീണം വരിക. അപ്പൊ ഒന്ന് അനങ്ങിയിരുന്നാളി, അതാണ് ഇടക്കിടക്ക് നല്ലത്. ഞാൻ പറഞ്ഞത് ചോദിക്കാൻ വല്ലാത്തൊരു ചോദ്യ. നിങ്ങൾക്ക് ഇത് പോരെ, നിങ്ങൾക്ക് മതിയാവൂലേ? അന്നാ അൻസൽനാഹു അലൈക്കൽ കിതാബ്, ഈ ഗ്രന്ഥം ഞാൻ പ്രവാചകരെ എങ്ങടെ മേൽ ഇറക്കി തന്നത്. യുത്ല അലൈഹിം, ഇത് ഇവർക്ക് ഓതിക്കൊടുക്കണം. എന്താ അറിയാം? ഇന്ന ഫീ ദാലിക ലറഹ്മ, ഇത് കാരുണ്യമാണ്, ഇത് സ്നേഹമാണ്, ഇത് അല്ലാഹുവിന്റെ ഔദാര്യമാണ്. വദിക്റാ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വാസികൾക്ക് അങ്ങേയറ്റത്തെ ദിക്റുമാണിത്. ഖുർആൻ മതി. ഇതിന്റെ ഒരറ്റം അള്ളാന്റെ കയ്യിലാണ്, മറ്റൊരറ്റം നമുക്ക് അള്ളാഹു ഇട്ടു തന്നിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ തെറ്റിപ്പോവുക? പ്രിയപ്പെട്ടവരെ, ഇത് ഇത്ര ഉന്നതമാണെന്ന് എന്ന് നമ്മൾ അറിയാതെ പോയോ? നോക്കിയേ, ഖുർആനിനെ മറ്റുള്ള ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തത് പലരും മുസ്ലിമീങ്ങളല്ല. ഫ്രഞ്ച് ഭാഷയിലേക്ക്, ഇംഗ്ലീഷിലേക്കൊക്കെ വിവർത്തനം ചെയ്തതിൽ പലരും മുസ്ലിങ്ങളല്ല. മുസ്ലിമീങ്ങൾ പിൽക്കാലത്ത് വന്നതാണ്. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളുണ്ട്. അത് കാവ്യ രൂപത്തിൽ എഴുതിയ ആളുകളുണ്ട്. എന്നിട്ട് ആ കാവ്യ രൂപത്തിലുള്ള സൂറത്തു റഹ്മാനിന്റെ അർത്ഥങ്ങളൊക്കെ നമ്മൾ ഇതിങ്ങനെ കേട്ടാലുണ്ടല്ലോ, വല്ലാത്തൊരു ഹൃദയസ്പൃക്കാണ്. 20 കൊല്ലത്തിലധികം സമയമെടുത്ത് അതിമനോഹരമായ കാവ്യരൂപങ്ങൾ വരെ ഈ വേദം അവതരിപ്പിക്കപ്പെട്ടത്. അത് കഴിഞ്ഞ വിഭാഗത്തെ സംബന്ധിച്ചും ഈ വിഭാഗങ്ങളെ കുറിച്ചും ഖുർആൻ ഒരു ചോദ്യം ചോദിക്കുന്നത്. അത് ചോദിക്കാനാണ് ഞാനിത് പറഞ്ഞത്. എന്നുവെച്ചാൽ ഖുർആൻ നമ്മുടെ കയ്യിൽ കിട്ടി. മുൻ വേദങ്ങളെ കുറിച്ചും വേദക്കാരെ കുറിച്ചും നമ്മളെ കുറിച്ചും ഖുർആൻ ഒരു ചോദ്യം ചോദിക്കുന്നത് അറിയാം. മസലുൽ ലദീന ഹമ്മിലു തൗറാത്ത് സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാർ യഹ്മിലു അസ്ഫറ. അർത്ഥം കിട്ടിയില്ലേ? വേദം നൽകപ്പെട്ടവരുടെ ഉടമ വേദക്കെട്ട് ചുമക്കുന്ന, വേദക്കെട്ട് പേറുന്ന കഴുതകളെ പോലെയാണ്. ആ ഗ്രന്ഥത്തിന്റെ ആശയം മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അല്ലെ? ഏതിന് കഴിഞ്ഞില്ല? ആ ഗ്രന്ഥം ചുമക്കുന്ന ഈ ജന്തുവിന് കഴിഞ്ഞില്ല. ഏറെക്കുറെ നമ്മളെ പറ്റിയാവൂലേ പടച്ചവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ശാന്തമായി എന്റെ കൂടെ ഒരൊറ്റ മിനിറ്റ് ചിന്തിക്കാൻ വരണം. സ്വന്തത്തോട് ചോദിക്കേണ്ടത്, എന്റെ ഖുർആനുമായുള്ള നിലപാട്, എന്റെ സമീപനം, എന്റെ സ്വഭാവം എന്താണ്? എന്റെ അവസ്ഥ എന്താണ്? നാം എവിടെയാണ്? പ്രിയപ്പെട്ടവരെ, ഖുർആൻ അനുസരിച്ച് ജീവിച്ച് ഖുർആൻ സ്വഭാവമാക്കിയത് കൊണ്ടാണ് നമ്മുടെ മുമ്പേ ജീവിച്ച നാടൻ മനുഷ്യരായ ആളുകളെപ്പോലും ഇന്നും ലോകം ഓർക്കുന്നത്. കാട്ടറബികളായ ആ ബദുക്കളായ ആളുകളെയാണ് ഇന്നും ലോകത്ത് എത്ര മഹോന്നതമായ സ്വഭാവത്തിന്റെ ഉടമകളായി ലോകം ഓർക്കുന്നത്. എന്തായിരുന്നു ഐഷ? അവരുടെ ജീവിതം വെളിച്ചത്തിലായിരുന്നു. ഖുർആൻ ഉണ്ടെങ്കിൽ എവിടെയും വെളിച്ചമുണ്ടാവും. വെളിച്ചമുണ്ടെങ്കിൽ അല്ല കൂട്ടരെ തെളിഞ്ഞ് നിൽക്കാൻ കഴിയുള്ളൂ. നമ്മൾ സമൂഹത്തിൽ തെളിഞ്ഞു നിൽക്കേണ്ടവരല്ലേ? ആ കൂട്ടത്തിൽ ഒരാളാവേണ്ടവരല്ല നമ്മള്.
ഖുർആനുള്ള തെളിച്ചമുള്ള ആളുകളല്ലേ ആവേണ്ടത്. നമ്മുടെ സമൂഹത്തിന് പറ്റിയതെന്താ ഞാൻ ചോദിക്കട്ടെ? ഈ മിമ്പറിന് ചുറ്റും, മീൻസ് ഈ പള്ളിയുടെ ചുറ്റും, ഒരു മഹല്ലിന് ചുറ്റും എത്രയെത്ര കുടുംബങ്ങളുണ്ട്. ഈ കുടുംബങ്ങളിൽ ഖുർആനിന്റെ സ്ഥാനം എന്താ? നമ്മുടെ വീട്ടില് ഖുർആനിന്റെ സ്ഥാനം എന്താ? ഭംഗിയായി ഖുർആൻ ഓത്തുപോലും കേൾക്കാൻ കഴിയുന്ന സാഹചര്യം. ശാന്തായാലുന്നത് പ്രസംഗത്തിന് പറഞ്ഞല്ല, ഭംഗിയായുള്ള ഒരു ഖുർആൻ ഓത്തുപോലും റമളാൻ മാസത്തിൽ ഉണ്ടായ ആദ്യത്തെ ഒരാഴ്ച 10 ദിവസം. അത് കഴിഞ്ഞാൽ ആ ഖുർആൻ എവിടെയെന്നുള്ളത് നമ്മൾ എത്ര പേർക്ക് അറിയും? ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നാൽ ഖുർആൻ ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുന്ന ആളുകൾ എത്ര പേർ നമ്മുടെ കുടുംബത്തിലുണ്ട്? നമ്മളടക്കം. പ്രസംഗത്തിനല്ല, ഒരു വിഷയം വന്നു, ഉപ്പാന്റെ മുതല് ഭാഗം വെക്കണം, ഉപ്പ മരണപ്പെട്ടു, അല്ല അതിന് നമ്മുടെ ദീൻ എന്താ പറഞ്ഞേ എന്ന് നോക്കുന്ന എത്ര പേരുണ്ട്? അല്ലേ? അള്ളാന്റെ ദീന് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഒരു മുസ്ലിം പേരിൽ ഒരാൾ പോലും കോടതിയിൽ പോയത്? എന്നിട്ട് മാറ്റിയതിന് സ്വന്തം സ്വത്തന്നെ, സ്വന്തം പുതിയതിനെ തന്നെ വീണ്ടും ഒരു വിവാഹം കൂടി കഴിച്ചു. ഞാൻ ആ പരാതി അല്ലെങ്കിൽ ഒരു ആക്ഷേപം നല്ല നിലക്കല്ല പറഞ്ഞത്. നമ്മൾ വെളിച്ചത്തിലാണോ? ഒരവസാന സ്ഥാനം പോലും ഖുർആനിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ? നമ്മൾ ആരാന്നറിയോ? നമ്മളിവിടെ പിന്നോക്കം പോയാൽ നമ്മളല്ലാത്ത പല ആളുകൾക്കും ഖുർആനിന്റെ വെളിച്ചം എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതയുള്ളവരാണ് നമ്മൾ ഇതിന് നൽകുന്ന സ്ഥാനത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ നൂറ് പോയപ്പോഴാണ്, ഈ തെളിച്ചം പോയപ്പോഴാണ് നമ്മളും നമ്മുടെ മക്കളും പിശാചിന്റെ കൈകളിൽ അകപ്പെട്ടത് എന്ന ഗൗരവമേറിയ ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മിൽ വരണം. ഖുർആൻ ആര് സ്വീകരിച്ചാലും അതിന്റെ വെളിച്ചം എല്ലാവർക്കും കിട്ടും. ഏറെന്നാണ് കാരണം ഖുർആനിന്റെ പേരിലുള്ളതെല്ലാം മനുഷ്യോപകാരപ്രദമാവും. അത് മനുഷ്യർക്ക് വേണ്ടി ഇറക്കപ്പെട്ടതാണ്. അല്ലെ? തൻസീൽ, ഞാൻ പറഞ്ഞല്ലോ, തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണിത്. ആലോചിച്ചപ്പോ ഇക്കഴിഞ്ഞ ദിവസം കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് മത്സരത്തിലേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഒരു സഹോദരി, അവരെ ഇസ്ലാമിന്റെ വേഷമെന്ന് നമ്മൾ പറയുന്ന ആ പർദ ഒക്കെ ധരിച്ച് ഒരു മുഖമൊക്കെ ഇങ്ങനെ അത്യാവശ്യം മാന്യമായി, കണ്ടാലറിയില്ല, അതിമനോഹരമായി. എനിക്ക് തോന്നുന്നത് എത്ര മാത്രം അവരത്ര അണിഞ്ഞൊരുങ്ങിയാലും എന്തൊക്കെ തേച്ചാലും അതുപോലെ ആവില്ല, അത്ര മനോഹരമായി അവര് വന്നപ്പോ പലരും ഇങ്ങനെ നെറ്റി ചുളിച്ചു നോക്കി പറഞ്ഞ സമയത്ത് അതിനവര് കൊടുത്തൊരൊറ്റ മറുപടിയുണ്ട്. എന്താണെന്നറിയോ? ലൈംഗിക ചുവയുള്ള വാക്കുകൾ പലരിൽ നിന്നും കേൾക്കാതിരിക്കാനാണ്, സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വസ്ത്രം അണിഞ്ഞത് എന്നാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്ന മാന്യ സഹോദരിയുണ്ട്, അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ കമല സുരയ്യ. ആ പേര് ഓർക്കാൻ വേണ്ടി മറ്റേ പേരുകൾ ചേർത്തി വായിച്ചാൽ മതി. കമല സുരയ്യ മാധവിക്കുട്ടി എന്നവരെ ഇസ്ലാമിലേക്ക് ഷഹാദത്ത് കലിമ ചൊല്ലുന്നതിന് മുമ്പ് അവർ പറഞ്ഞ വാക്കുണ്ട്. 27 വർഷക്കാലം ഞാൻ ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു, പഠിക്കുകയായിരുന്നു. യഥാർത്ഥ ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞത് എനിക്കിവിടെയാണ്. പക്ഷെ ഈ പഠനങ്ങളൊക്കെ വരുന്നതിന് മുമ്പും കേരളത്തിന് പുറത്ത് ഞാൻ സഞ്ചരിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ ശരീരമാസകലം മൂടുന്ന ഈ പർദ പോലെയുള്ള വസ്ത്രം ധരിച്ച് ഞാൻ പുറത്തു പോവാറുള്ളൂ. അതെന്റെ സുരക്ഷയാണ്. അള്ളാഹ് പറഞ്ഞ വാക്കെന്തറിയോ? യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക വ ബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما.
നിങ്ങൾ നിങ്ങളുടെ വസ്ത്രങ്ങൾ, നിങ്ങളുടെ ശിരോവസ്ത്രങ്ങൾ നിങ്ങളുടെ നെഞ്ചിലേക്ക് ഒന്നിങ്ങനെ താഴ്ത്തിയിടുക. ശരീരമാസകലങ്ങനെ ഒന്ന് ഉള്ള മൂടുന്ന വസ്ത്രം ധരിക്കണം. എന്തിനാ? ذَلِكَ أَدْنَىٰ أَن يُعْرَفْنَ, മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ തിരിച്ചറിയാനാണ്. فَلَا يُؤْذَيْنَ, പുറമേ നിന്ന് വരുന്ന അപകടങ്ങളെ പ്രതിരോധിക്കാനാണ്. അത് നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ എന്താ മനസ്സിലായോ? ഒരു മുസ്ലിം കുടുംബത്തിൽ പിറന്നു വീണ നമ്മുടെ മക്കൾക്ക്, പ്രിയപ്പെട്ടവരെ, ഇത് തിരിച്ചറിയാതെ പോകുന്നോ എന്നതാണ് അപകടകരമായ സാഹചര്യം. ജീവിത ഗ്രന്ഥമാണ് ഖുർആൻ. 60-70 കൊല്ലക്കാലം ജീവിച്ചിട്ട് ഇങ്ങനെ ഒരായത്ത്, ഇങ്ങനെ ഒരു സൂറത്തുണ്ട് എന്ന് പോലും മനസ്സിലാകാതെ മരിച്ചുപോയാൽ നമ്മളെക്കാൾ വലിയ ഹതഭാഗ്യം ഈ ലോകത്തുണ്ടാവോ? നാം അവഗണിച്ചത് ഖുർആനിനെ മാത്രമല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നമ്മള് ഈ സാധാരണ ഈ നമ്മുടെ കുട്ടികളെ, നമ്മുടെ പേരക്കുട്ടികളൊക്കെ LKG-ലോ UKG-ലോ കൊണ്ടുപോയി ചേർത്തിയാലേ അവിടെ ആ കുട്ടിക്ക് ആദ്യം കിട്ടുക ABCD പഠിക്കും. ആ ABCD 10-28 അക്ഷരം, അങ്ങനെ 20 അങ്ങനെ ഭംഗിയായിട്ട് പാട്ടുമാകും. ആ പാട്ടെടുത്തിട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ആക്കി ഉഷാറായിട്ട് കൊടുക്കും. ഇവൻ 10ാം ക്ലാസ്സിൽ എത്തിയിട്ടും ഈ ABCD പാട്ട് തന്നെയാണ് പാടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടുകാരെ വല്ലവരെയും കേൾപ്പിക്കോ? ഈ 65-ാമത്തെ വയസ്സിലും 58-ലും നമ്മൾ ABCD പാട്ട് തന്നെയാണ് പാടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ പറ്റുക? ഏറെക്കുറെ നമ്മളിപ്പോഴും ആ രംഗത്ത് തന്നെയാണോ നിൽക്കണമെന്ന് എന്റെ സംശയം അല്ലേ? 13-ാമത്തെ വയസ്സിലോ 14-ാമത്തെ വയസ്സിലോ ഞാനും നിങ്ങൾ മദ്രസ വിട്ട് പുറത്തിറങ്ങിയവരാ. ഈ 13 വയസ്സ് കഴിഞ്ഞ് എത്ര വയസ്സ് പിന്നിട്ടു സഹോദരങ്ങളെ, ഞാനും നിങ്ങളും. ആ 13-ൽ ഓതാൻ പഠിച്ച ആ സൂറത്തൊഴികെ ബാക്കിയൊരു പുതിയ ഓതാൻ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? അത് പോട്ടെ, ഈ 13-ൽ ഓതുന്ന ഓത്തെങ്കിലും ഇന്ന് ഇല്ല എങ്കിൽ നമ്മളെ പിന്നെ എന്തിനാ പറ്റുക? നമ്മളോട് ചോദിക്കുന്നെന്തറിയോ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ തദബ്ബുർ നടത്തുന്നില്ലേ എന്നാണ് ഖുർആന്റെ ചോദ്യം. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ചിന്ത വരണമെങ്കിൽ എന്ത് വരണം? പണ്ടത്തെ ABCD പോരല്ലോ. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഒരല്പം കൂടി ഉയർന്നു പോവാൻ നമുക്ക് കഴിയണ്ടേ? ഒന്ന് ആലോചിച്ചു. ഞാനിത് ഒരു പരാതിക്കോ കുറ്റപ്പെടുത്താനോ അല്ല, പക്ഷെ ഒരു മനസ്സാക്ഷിക്കെങ്കിലും നമുക്കിതിന്റെ പേരിൽ വന്നില്ല എങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആയുള്ള ഈമാനിന് എന്തൊരസ്വസ്ഥതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം സഹോദരങ്ങളെ. കാരണം എന്തറിയാമോ? ഈമാൻ കൂടുതലുള്ള ആളുകൾ ഹൃദയത്തിലെ ഈമാനിന്റെ സ്വാധീനമനുസരിച്ചാണ് ഖുർആനിന്റെ സ്വാധീനമുണ്ടാവുക. അവിടെ ഈമാനിന്റെ കുറവുണ്ടെങ്കിൽ ഖുർആനിന്റെ സ്വാധീനം കുറയും. അതുകൊണ്ടാണ് എപ്പോഴും ഖുർആനുമായുള്ള ബന്ധം എത്രയാണ് എന്ന് പരിശോധിക്കണമെന്ന് പറയാൻ കാരണം. നമ്മൾ കാറിൽ വരിക, സങ്കല്പിച്ചു നോക്കി, നമ്മൾ നമ്മുടെ ഗേറ്റിന്റെ മുമ്പിലെത്തി. നമ്മുടെ പ്രിയതമ ഈ ഗേറ്റ് തുറന്നു വരുന്നതിന് വേണ്ടി, ഈ വാതിൽ തുറക്കുന്നതിന് വേണ്ടി നമ്മൾ വാഹനത്തിൽ ഇങ്ങനെ ഓണടിക്കുന്നുണ്ടെന്ന് വെച്ചോളി. നിങ്ങള് നമ്മളെ കയ്യിൽ ഈ പ്രിയപ്പെട്ടവൾക്ക് ഒരു കൊടുക്കാനൊരു സമ്മാനമുണ്ട്. നല്ല ഗിഫ്റ്റും വാങ്ങിയിട്ടാണ് വരുന്നത്. നമ്മളുടെ ഈ വാഹനത്തിന്റെ ശബ്ദം കേട്ട് ആ പെണ്ണ് ആ വാതിൽ തുറന്നു തന്നില്ല എന്ന് സങ്കല്പിക്കുന്നത്. നമ്മളെന്നെ ചെന്ന് അവിടെ വെറുതിരിക്കുകയാണ്, നമ്മളെന്നെ ചെന്ന് ആ വാതിൽ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ? നമ്മുടെ കയ്യിലുള്ള ഈ വലിയ ഗിഫ്റ്റ് ഒക്കെ എടുത്തിട്ട് അവളെങ്ങനെ ആദരിക്കുക, വേറെന്താ ചെയ്യുക? സാമാന്യങ്ങളൊന്നും അങ്ങനെ ആലോചിച്ച് നോക്കി. ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, അമ്മക്ക് നല്ലൊരു ഗിഫ്റ്റും കയ്യിൽ തന്നിട്ട് ഒന്ന് തുറന്നു നോക്കാനുള്ള മാനസികാവസ്ഥ പോലും ഇല്ലാന്നുണ്ടെങ്കിൽ, നമ്മൾ ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ, 60 കൊല്ലം 70 കൊല്ലം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചാണ് നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനു പറ്റും എന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങളോടല്ല, എന്നോടാണ് ഞാൻ സൂചിപ്പിച്ചത്. ഖുർആൻ ഒരു കടല് പോലെയാണ്. എത്ര കണ്ടാലും മതി വരാത്ത കടലാണ്. കടലൊക്കെ കാണാൻ നമ്മളൊക്കെ പോവാറുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അത്ഭുതം ഉണ്ടാവൂലായിരിക്കും. ഈ കടൽ തീരങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്തൊക്കെ നിങ്ങൾ ചെന്ന് നോക്കും.
നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ടുപോയിട്ട് നമ്മളൊരു ഭാഗത്തിരുന്നാൽ, മണൽപ്പുറത്തിരുന്നാൽ മക്കൾ അതിന്റെ ഓരത്ത് കളിക്കും. പലരും വെള്ളത്തിൽ ചാടുന്നുണ്ടാവും, പലരും താഴോട്ട് ഇങ്ങനെ പല വാഹനങ്ങളിലായി യാത്ര ചെയ്യുന്നുണ്ടാവും, ആഴക്കടലിലേക്ക് പോകുന്ന ആളുകൾ ഉണ്ടാവും. ഈ ഇരിക്കുന്ന നമുക്ക് കിട്ടുക കണ്ണിനൊരു കുളിർമയോ മനസ്സിനൊരു ആനന്ദാണെങ്കിൽ ഓരോരുത്തർക്കും അവരവർ ബന്ധപ്പെടുന്നതിനനുസരിച്ചാണ് കിട്ടുക, അല്ലെ? അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഖുർആൻ. കണ്ടാലും ആനന്ദാണ്, അല്ലെ? അനുഭവിച്ചാലും ആനന്ദാണ്. ആഴത്തിലേക്ക് പോകുന്തോറും മനസ്സിനത് ആനന്ദമാണ്. അങ്ങനെ ആഴത്തിൽ പഠിക്കാൻ നമുക്ക് കഴിയണം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വജഅൽനാഹു നൂറ. മറ്റൊരു ഭാഗത്ത് ഒരു ശോഭയായി, ഒരു വെളിച്ചമായി അല്ലാഹു നമുക്ക് തന്നതാണ്. അത് ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ 2:36 എന്ന് പറഞ്ഞത് മാത്രം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ കിട്ടാവുന്ന ഒന്നല്ല. മറിച്ച് നമ്മളിങ്ങനെ ആഴത്തിലേക്ക് ചെല്ലുക, ഖുർആനിക ആശയങ്ങളെ പ്രതിനിധീകരിക്കുക, ആവശ്യമുള്ളിടത്തൊക്കെ പ്രതിരോധങ്ങൾ തീർക്കാനുള്ള തന്റെ ഇടം നമ്മൾ ആർജിക്കുക. നമ്മളാണ് ഖുർആനിന്റെ അനുയായികൾ. വജാഹിദുഹും ജിഹാദൻ കബീറ. ഈ ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നേറാൻ കഴിയണം. അതാണ് നമ്മുടെ വിജയം. ആ തെളിമ നമ്മുടെ മനസ്സിൽ ആന്തോളനങ്ങൾ ഉണ്ടാക്കണം. അപ്പോഴാണ് വിജയങ്ങൾ ഉണ്ടാവുക. നമ്മുടെ വഴി ഒരിക്കലും ഇരുട്ടിലാവൂല. ഇത് അള്ളാന്റെ കലാമാണ്. അതാണ് വിജയം. അത് നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഉമ്മത്തിലും നിറയണം, മഹല്ലിലും നിറയണം. അതിനാവോളം ശ്രമിക്കുക, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. റബ്ബ് നമ്മതിന് തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബിയിന വഹബീബിന മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ച റബ്ബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓരോ ആയത്തുകൾ, ഓരോ വിഷയങ്ങൾ ഇങ്ങനെ ഇറങ്ങുമ്പോഴും അത് പറയുന്നതിന് വല്ല തടസ്സവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നോ? ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മനസ്സിലായോ? ആയത്തുകൾ ഇറങ്ങി, ഓരോ വിഷയങ്ങൾ ഇറങ്ങുമ്പോഴും ഇത് പറഞ്ഞു കൊടുക്കാൻ റസൂലിന് എന്തെങ്കിലും പ്രയാസോ ബുദ്ധിമുട്ടോ ഉണ്ടായിരുന്നോ? അത് ചോദിച്ച നമ്മൾ ഇല്ലാന്നാണല്ലോ പറയാം. എന്താ കാരണം? അള്ളാഹു വിരോധിച്ച എല്ലാ കാര്യങ്ങളും ആദ്യം അദ്ദേഹം വിരോധിച്ചത് അദ്ദേഹത്തോടാണ്. ഖുർആൻ കൽപ്പിച്ച ഓരോന്നും സ്വീകരിക്കാൻ അദ്ദേഹം നിർബന്ധിച്ചത് സ്വന്തത്തെയാണ്, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൽ നടപ്പിൽ വരുത്തുകയാണ് ആദ്യം ചെയ്തത്. അതാണ് ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. ഇങ്ങനെ തുടങ്ങുന്നത് ആദ്യം വിശ്വസിക്കുന്നത് അവരാണ്. അപ്പോ ഞാൻ എന്തിനാ പറഞ്ഞറിയോ? നമുക്കൊക്കെ ഒരു വിഷയമുള്ളത് എന്താന്ന് ചോദിച്ചാൽ, സംഗതിയൊക്കെ സത്യാന്നറിയാം, പക്ഷെ എനിക്ക് അത് അവിടെ പറയാൻ പറ്റൂല, എനിക്കത് അവിടെ ചെയ്യാൻ കഴിയൂല. ഒരു വാപ്പയായ ഞാൻ പറയാം, അല്ലാന്റെ ദീനെ എനിക്കെന്റെ കുട്ടികളോട് പറയാൻ പറ്റൂല, എനിക്കെന്റെ വീട്ടിലത് പറയാൻ പറ്റൂല, എനിക്ക് ഇന്നത് ചെയ്യാൻ കഴിയൂല എന്ന് പറഞ്ഞാൽ ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ആ ഗുണം നമുക്ക് കിട്ടാതെ പോകുന്നത് എന്നത് ഒരു സത്യമല്ലേ? അപ്പൊ നമ്മൾ എവിടുന്ന തുടങ്ങേണ്ടത്? നിങ്ങളോടല്ലോ, നമ്മൾ എവിടുന്നാ തുടങ്ങേണ്ടത്? നമ്മിൽ നിന്ന് തന്നെ തുടങ്ങണം. നമ്മുടെ നിലപാട് ഖുർആനാകണം, നമ്മുടെ സ്വഭാവം ഖുർആനാവണം. എങ്കിലേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. അതിനെന്താ പറയുക? ഖുർആനിലൂടെ ഇങ്ങനെ സഞ്ചരിക്കണം. ഒരായുസ് കൊണ്ട് മുഴുവനും നമ്മൾ ആലോചിച്ചാൽ പോലും ശരിക്കൊരു സൂറത്തിന്റെ ആശയം പോലും നമുക്ക് മനസ്സിലാവും. ആശയം പൂർണ്ണമായി എന്നുള്ള സംതൃപ്തി വരൂല, പറയാൻ നേരല്ല. കാരണം അതിനൊരു ബിഗിനിങ് മാത്രമേ ഉള്ളൂ.
ഇതിന് എന്തില്ല എന്നാണ് ജീവിതം പഠിച്ചാൽ ശരിയാവുക. ഇത് പഠിച്ചാൽ ശരിയാവുക. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പടച്ചവനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ജഅലിൽ ഖുർആനൽ അലീമ, നിങ്ങളിന്റെ കൂടെ പറയണം കേട്ടോ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആനൽ അലീമ റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. നമ്മുടെ ജീവിതം മുഴുവനും അതിൽ വന്നു. അല്ലാഹുമ്മ ജഅലിൽ ഖുർആനൽ അലീം, റബ്ബേ ഈ മഹത്തായ ഖുർആൻ ഞങ്ങൾക്ക് ആക്കിത്തരണം. റബീഅ ഖുലൂബിനാ, ഞങ്ങളുടെ ഖുർആൻ ഞങ്ങളുടെ മനസ്സിന്റെ വസന്തമാക്കണം. വനൂറ സുദൂരിനാ, എന്റെ നെഞ്ചകത്തിന്റെ വെളിച്ചമാക്കണം. വജലാഅ ഹുസ്നിനാ, സങ്കടമുണ്ട്, ദുഃഖമുണ്ട്, ആ ദുഃഖം മുഴുവനും ഒഴുക്കിക്കളയണം, കഴുകിക്കളയണം ഖുർആൻ കൊണ്ട്. വദഹാബ ഹമ്മിനാ വഗമ്മിനാ, ഹമ്മ് വമ്മ് എന്ന് പറഞ്ഞാല് നേരെ ആ വാക്കിന്റെ അർത്ഥം സങ്കടം, ദുഃഖം, പ്രയാസം മാത്രല്ല, പൊറുതികേട്. ചില ദുഃഖങ്ങൾ, പ്രശ്നം നമുക്ക് വന്നാൽ ഇരുന്നാൽ ഒരു ഇരിക്കപ്പൊറുതി കിട്ടൂല. അത്തരം സംഗതികൾക്കൊക്കെയാണ് ഹമ്മ് എന്ന് പറയാം. എല്ലാ സങ്കടങ്ങളും റബ്ബേ ഈ ഖുർആൻ കൊണ്ട് ഈ എനിക്ക് നീക്കിക്കളയണം എന്ന് പറഞ്ഞാൽ ആ ഖുർആനിന്റെ നെഞ്ചകത്തേക്ക് പ്രവേശിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇശാഇന് ശേഷം നമ്മുടെ പള്ളിയില് പുതിയ സൂറത്തിന് തുടങ്ങാണ്. ലേണിംഗ് ക്ലാസ് തുടരുന്നുണ്ട്. അതിലൂടെ തന്നെ ആ പഠന ക്ലാസ് ഉണ്ട്. അതിൽ വേറൊരു സൂറത്തിന്റെ തുടക്കം കൂടിയുണ്ട്. പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുമെന്ന ഒറ്റ സൂചന മാത്രമേ അതിലേക്കുള്ളൂ. ഖുർആനിനെ നെഞ്ചേറ്റണം. അതാണ് നമ്മുടെ ജീവൻ, അതാണ് നമ്മുടെ റൂഹ്, അതാണ് നമ്മുടെ വെളിച്ചം, അതാണ് നമ്മുടെ ഇസ്സത്ത്. ആ ഇസ്സത്തിലൂടെ പോയാൽ പിന്നോട്ട് വരില്ല, മുന്നോട്ട് മാത്രമേ ഉള്ളൂ. അള്ളാന്റെ തൗഫീഖ് നമുക്ക് കിട്ടും. പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിന്റെ അനുയായികളായി ഖുർആൻ നെഞ്ചകത്ത് സൂക്ഷിച്ച് വഴിയിൽ അതിന്റെ വെളിച്ചമായി കരുത്തോടെ നീങ്ങാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും പടച്ചവൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന് ദീനനുസരിച്ച് ജീവിക്കുന്ന നല്ലൊരു സാഹചര്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും ഉമ്മത്തിനും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും അല്ലാഹു അവന്റെ മഹത്തായ പതിൽ കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വിട്ടു പുറത്ത് മാപ്പിയേക്ക് തെരുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, നമ്മോട് ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്ത നമ്മുടെ സഹോദരങ്ങൾ ഒരുപാടുണ്ട്. എല്ലാവർക്കും അല്ലാഹു ശിഫ നൽകി ആഫിയത്തുള്ള ജീവിതം തന്ന് നമ്മെയും അവരെയും അല്ലാഹു തുണക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.